കൈ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മടുത്തിട്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണ എടുത്ത് വരട്ടിയേക്കുന്നത്. അതിന് വേറൊന്നുമല്ല കാരണം ഇത് തന്നെ. ചെമ്മീനും ചേനയും രണ്ടും എനിക്ക് അലർജി ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ചേന എനിക്ക് തോന്നുന്നത് മിക്കവർക്കും അലർജി ഉണ്ട്. പ്രോൺസും എനിക്ക് അലർജിയാണ്. ഈവൻ ഗ്ലൗസ് ഇട്ട് ചെയ്തിട്ടും ചൊറിച്ചിലിന് കുറവൊന്നുമില്ല കേട്ടോ. ചൊറിഞ്ഞാലും ശരി, നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാനിന്ന് ചെമ്മീൻ ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ കണ്ടതാന്നേ. അവിടെ കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ കൊതി തോന്നി. ഇൻസ്റ്റാ ചേട്ടനാണെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും കണ്ടാൽ മതി, അപ്പം തന്നെ അത് റീലായിട്ട് നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് കാണിക്കും. അങ്ങനെ ഒരു ചേച്ചി ഈ റീലിട്ട് എന്നെ കൊതിപ്പിച്ചപ്പോഴാണ് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നിയത്. ഞാനങ്ങനെ കുറച്ച് പ്രോൺസ് എടുത്ത് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അരങ്ങിലെ കാഴ്ചകളാണ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ചൊറിച്ചിൽ. പ്രോൺസിൽ ഒരു സവാള നല്ല പേസ്റ്റ് പോലെ ആക്കി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിയിലിട്ട് ചെറിയ തീയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അടച്ചു വെച്ച് ഒരു പാതി വേവാകുമ്പോഴേ നമ്മളൊരു വലിയ അണിയൻസ് എടുത്ത് ചോപ്പറിലിട്ട് അങ്ങോട്ട് ക്രഷ് ചെയ്യുക. ഒരു ഇഞ്ചി കഷ്ണം കൂടി ഇടണം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് പതുക്കെ അതിൽ കിടന്നങ്ങ് റോസ്റ്റ് ആയിക്കോളും. ചെമ്മീനിൽ നിന്നും ഓണിയൻസിൽ നിന്നും ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ടൊമാറ്റോ കൂടെ കട്ട് ചെയ്ത് ഇടണം കേട്ടോ. ഇതൊന്ന് സോട്ടായി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ക്ഷമ വേണം, സമയമെടുക്കും. കണ്ടോ തിളക്കിൽ കണ്ടോ? ഇത് ഫുള്ള് വറ്റി വരുന്ന വരെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. ആവിയൊക്കെ വരുന്നുണ്ടേ. ഏകദേശം കുറച്ച് വെള്ളമൊക്കെ വറ്റി റോസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും മറ്റേ ചട്ടിയിൽ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നത് കാരണം ഞാൻ അതൊന്നും ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ രണ്ടടുപ്പിലായിട്ട് രണ്ട് പരിപാടി നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ പാലുകാച്ചൽ ഓപ്പറേഷൻ, അങ്ങനെ മാറി മാറി കാണിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ക്യാമറാമാനൊന്നും ഇല്ല, ഞാൻ തന്നെയാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ വെച്ചേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂ. പിന്നെ അങ്ങോട്ട് പോയി അപ്പുറത്ത് വെച്ച് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ക്യാമറ തലയും കുത്തി ചേന മെഴുക്കുരുട്ടിയിലോട്ട് വീഴാൻ പോയി. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വെച്ച് ഈ സൈഡിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് കരുതി. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് അത് ക്ലോസപ്പിൽ കാണാൻ പറ്റാത്തത്. ഞാനിത് ഏകദേശം റോസ്റ്റായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോരിയൊന്നും ഒഴിക്കണ്ട. ഇട്ടപ്പോൾ എന്തോരം പ്രോൺസ് ആയിരുന്നു. ഇപ്പം നോക്കിയേ, അതിൻ്റെ മൂട്ടിലാകെ ഒരു ഇത്തിരിയേ ഉള്ളൂ. ദൈവമേ, ഇത് തികയോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്കുള്ളത് വെച്ച് ഓണം പോലെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറത്തെ പ്രയത്നം കൊണ്ട് എൻ്റെ റോസ്റ്റ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതുപോലെ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആവണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാം. അതെ, നല്ല കട്ടി ഒന്നാം പാല്. അത് ഒരു മുറി തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല കട്ടി ഒന്നാം പാലിട്ട് ഒന്നുകൂടെ നല്ലോണം വയറ്റി നല്ല ക്രീമി ടെക്സ്ചറാക്കി എടുക്കണം കേട്ടോ. പിന്നെ ക്ഷമയില്ലാത്തവർ ഈ പരിപാടിക്ക് നിൽക്കണ്ട. കണ്ടോ, നല്ല വരണ്ട് വയറ്റി അങ്ങ് എടുക്കണം. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഇതിലിട്ട് മിക്സ് ചെയ്യുക. ചോറ് വേവിക്കുമ്പോഴേ ഒരു കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണേ, അധികം വെന്ത് പോകരുത് കേട്ടോ. ഒരു സെമി വേവായിട്ടുള്ള ചോറ് മതി. പിന്നെ ഞാൻ 2 ഗ്ലാസ് അരിയാണ് ഇട്ടിരുന്നത്. ഗ്ലാസ് അരിക്ക് ഇത്രയും മസാല മതിയാകുമോ എന്ന് എനിക്ക് ആദ്യം ഡൗട്ട് അടിച്ചു കേട്ടോ. പക്ഷേ ഞാനൊരു ഹാഫ് ഇട്ട് ആദ്യം മിക്സ് ചെയ്ത് നോക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇട്ട് വന്നപ്പോൾ ശരിക്കും ഇത് മതി കേട്ടോ. കാരണം ടൂ മച്ച് സ്പൈസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ നെഞ്ചരിച്ചിലെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഫീൽ ചെയ്യും. എന്നാൽ റൈസ് ഫുള്ളി അങ്ങ് ബ്ലാങ്ക് ആവാനും പാടില്ല. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള ഫ്ലേവറൊക്കെ ഉണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടുക് പൊട്ടിച്ച് താളിച്ചിടാൻ പോവുകയാണ്. കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ കൊളസ്ട്രോൾ ഭഗവതിനെ ഓർത്ത് കൊളസ്ട്രോൾ ഭഗവതി എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. ജസ്റ്റ് വെറുതെ ഉള്ളിയും കടുകും പൊട്ടിച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. വേപ്പില തീർന്നു പോയി. ഞങ്ങൾക്ക് വേപ്പിലൊക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര ക്ഷാമാന്നേ. നാട്ടിലെ പോലെ ഓടിപ്പോയി പറമ്പിൽ നിന്ന് പോയി പൊട്ടിക്കാനൊന്നും പറ്റില്ലല്ലോ, സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോകണ്ടേ. ഞാനിത് താളിക്കാൻ എടുക്കുന്ന ചട്ടിയാട്ടോ, കാസ്റ്റ് ചെയ്യേണ്ട പാത്രമാണ്. എനിക്ക് ഈ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്.
ഞാനിതിൽ കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ മൂടി വയ്ക്കും. കാരണം എന്താ അറിയോ, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് ആകെ നമുക്ക് ഇരട്ടിപ്പണിയാവും. അതൊന്ന് താളിച്ച് ഈ ചോറിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മൾ ചെമ്മീനൊക്കെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഗ്രേവിയിൽ ചട്ടിയിൽ ചോറിട്ട് വരട്ടി തിന്നുന്ന അതെ അത് തന്നെയാണ് സംഭവം. പക്ഷേ ഇതൊരു പുതിയ വേർഷൻ. ഞാൻ കറിച്ചട്ടിക്ക് പകരം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലിട്ട് ചെയ്തു എന്ന് മാത്രം. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എന്ന് പലരും ഇപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. അത് തന്നെയാണ് സംഭവം. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഡ്രിപ്പ് ചെയ്യൽ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഞാൻ ഒരു പാത്രത്തിലൊക്കെ എടുത്ത് ഇത് സേവ് ചെയ്യാനായിട്ട് അമ്മേ പടച്ചോനെ നിങ്ങൾ കാത്തോളണേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. സംഭവം എന്താ റെഡിയായി വന്നു കേട്ടോ. നല്ല രസമുണ്ടല്ലേ അതിങ്ങനെ ഇരിക്കുന്ന കാണാൻ. മേലെ ഒരു പ്രോൺസും കൂടെ വെച്ച് ഞാൻ അതിനെ ഒന്നും കൂടെ ഒരു മൊഞ്ചത്തി ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കറിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തൈര് സാലഡ് ഉണ്ടാക്കി. സൈഡിൽ നമ്മുടെ ചേന മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു അച്ചാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ രസമായേനെ. ഇത് നമ്മുടെ ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പ്രോൺസ് വെച്ചായപ്പോൾ ചെമ്മീൻ ചോറായെന്ന് മാത്രം. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. പിന്നെ ഈ ചട്ടിയിലിട്ട് വഴട്ടിയിട്ട് നമ്മൾ ഈ ചോറ് കഴിക്കുമല്ലോ, അത് ഏട്ടൻ പറയുമ്പോൾ ഞാൻ അയ്യേ എന്നാക്കിയിട്ടുണ്ട് പല പ്രാവശ്യം. എന്തോ എനിക്കത് ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ തോന്നുന്നു അത് ഇതിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പുറത്ത് നല്ല പൊരിഞ്ഞ ചൂടാണ് മക്കളെ. വെയിൽ കണ്ടോ, വെയിൽ സഹിക്കാൻ വയ്യ. എല്ലാവരും അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഭയങ്കര സ്പൈസി അല്ല, അത്ര ഹെവി ആയിട്ടുള്ളൊരു ഫുഡല്ല. എന്നാൽ എന്നും ചോറ് കഴിച്ച് മടുത്തു എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് കുട്ടികളെ നമുക്ക് പറ്റിക്കാം. സാലഡ് മാത്രം മതി കോമ്പിനേഷനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ഫ്രം മലൈക്കാസ്.